മൂന്നാറിലെത്തിയ ഗവർണർക്ക് നേരെ CPIയുടെ പ്രതിഷേധം. താമസ സ്ഥലത്ത് നിന്ന് പുറത്തേക്കിറങ്ങുന്ന വഴിയാണ് CPI പ്രവർത്തകർ സംഘടിച്ചത്. പോലീസ് ഇടപെട്ടതോടെ ഗവർണറുടെ യാത്ര തുടർന്നു. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, ഭാരതാംബ ആ വിവാദം, അതിനെ തുടർന്നുള്ള പ്രതിഷേധമാണോ മൂന്നാറിലും കണ്ടത്? അനുജ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഗോ ബാക്ക് ഗവർണർ വിളികളുമായിട്ടാണ് ഈ പ്രതിഷേധക്കാർ സംഘടിച്ചത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ചിന്നക്കനാലിൽ NGO യൂണിയന്റെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഗവർണർ മൂന്നാറിലെത്തിയത്. അവിടെയായിരുന്നു താമസം. അവിടെ നിന്ന് ഈ പരിപാടി നടക്കുന്ന ചിന്നക്കനാലിലേക്ക് ഇറങ്ങുന്ന വഴിയിലാണ് ഈ CPI പ്രവർത്തകർ സംഘടിച്ചതും ഗോ ബാക്ക് വിളികളുമായി മുദ്രാവാക്യം ഉയർത്തുകയും ചെയ്തത്. പിന്നാലെ പോലീസ് ഇടപെട്ട് ഈ പ്രവർത്തകരെ എല്ലാവരെയും മാറ്റിയതിനു ശേഷം ഗവർണറുടെ യാത്ര തുടരാൻ അനുവദിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. വളരെ സുരക്ഷാ ക്രമീകരണങ്ങൾ, വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. കാരണം ഈ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ CPIയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും, ഗവർണർ പോകുന്ന പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ ഗവർണർ ചിന്നക്കനാലിലേക്കുള്ള യാത്ര തിരിച്ചിട്ടുണ്ട്. മൂന്നാറിൽ നിന്ന് പ്രതിഷേധക്കാരെ പോലീസ് ഇടപെട്ട് മാറ്റുകയാണ് ചെയ്തത്. രാഹുൽ, മുൻപ് നമ്മൾ ഈ ആരിഫ് മുഹമ്മദ് ഖാനെതിരായൊക്കെയുള്ള പ്രതിഷേധങ്ങൾ, അത് തെരുവിൽ ഒട്ടേറെ പ്രതിഷേധങ്ങൾ, പ്രത്യേകിച്ച് CPIഎമ്മിന്റെയും SFIയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ ഗവർണർക്കെതിരായ ഈ തരത്തിലേക്കുള്ള ആദ്യ പ്രതിഷേധം എന്ന തരത്തിൽ കൂടി പ്രതിഷേധത്തിന് പ്രാധാന്യമുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഇതൊരു പടി കൂടി കടന്നിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഭാരതാംബ വിവാദം? തീർച്ചയായിട്ടും ഈ ഭാരതാംബ വിവാദത്തിൽ ആദ്യം ഈ പ്രത്യക്ഷ സമരത്തിലേക്ക്, അല്ലെങ്കിൽ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക്, ഇത്ര തീവ്രമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക്, സംഘടിച്ചുകൊണ്ടൊരു പ്രതിഷേധത്തിലേക്ക് ആദ്യമായിട്ടാണ് ഒരുപക്ഷെ CPI കടക്കുന്നത് എന്നുള്ളതാണ് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. നേരത്തെ BJPയുടെ ഭാഗത്തു നിന്ന് ഈ വിവാദം ഉണ്ടായതിന് പിന്നാലെ മന്ത്രി P പ്രസാദിന്റെ വീട്ടിലേക്ക് പ്രതിഷേധം ഉണ്ടാവുകയും അത് അവിടെ വെച്ച് CPI BJP പ്രവർത്തകർ തമ്മിൽ സംഘടിക്കുകയും ഏറ്റുമുട്ടുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത്തരത്തിൽ ഈ ഗവർണർ വരുന്ന ഒരു പരിപാടിക്ക് പ്രതിഷേധവുമായി CPI പ്രവർത്തകർ സംഘടിക്കുക, അതിനുശേഷം ഗോ ബാക്ക് മുദ്രാവാക്യം വിളിക്കുക, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആദ്യമായിട്ട് സംഭവിക്കുന്നതാണ്. എന്തായാലും ഈ ഭാരതാംബ വിവാദത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ശക്തമാക്കാനാണ് CPIയുടെ ഒരു തീരുമാനം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിലപാടാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് നിസ്സംശയം പറയുകയും ചെയ്യാം. അനുജ, ഈ വിഷയത്തിൽ ഇതിൽ ഇനിയിപ്പോൾ കൂടുതൽ വിവാദങ്ങൾ വേണ്ടതില്ല എന്നതാണ് ഗവർണർ വ്യക്തമാക്കിയിട്ടുള്ള നിലപാട്. പക്ഷേ ഇത്തരത്തിൽ തെരുവിലൊരു പ്രതിഷേധം ഉണ്ടാകുന്ന സാഹചര്യമാണെങ്കിൽ ഒരുപക്ഷെ ഗവർണറുടെ പ്രതികരണം പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായിട്ടും ഗവർണറുടെ ഒരു പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഇതിനു മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാനായിരുന്ന സമയത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹം ഈ പ്രതിഷേധക്കാർക്കിടയിൽ റോഡിൽ ഇറങ്ങിയിരിക്കുകയും ഒക്കെ ചെയ്യുന്ന പല കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അത്തരം കടന്ന ഒരു മറുപടിയോ അല്ലെങ്കിൽ അത്തരം കടന്ന ഒരു പ്രതികരണമോ ഈ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഏതെങ്കിലും വിധത്തിൽ ഈ പ്രതിഷേധങ്ങൾ കൂടുതൽ ഉയരുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിരുവിട്ട് പോവുകയാണ് എങ്കിൽ ഗവർണറുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകും. നിലവിൽ ഈ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിൽ പല കോണുകളിൽ നിന്നുള്ള വിമർശനങ്ങളിൽ യാതൊരു പ്രതികരണവും ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഏതെങ്കിലും വിധത്തിൽ അത് കൂടുതൽ ചർച്ചയാക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തലത്തിലേക്ക് അത് കൊണ്ടുപോവുകയോ ചെയ്യേണ്ട എന്നുള്ളൊരു നിലപാട് ഗവർണർക്കുണ്ടായിരുന്നു. പക്ഷേ ഈ CPI പ്രവർത്തകർ അതങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. മാത്രമല്ല ഈ BJP പ്രവർത്തകർ ആദ്യഘട്ടം മുതൽ തന്നെ മന്ത്രി P പ്രസാദിനെതിരെയും അതുപോലെ തന്നെ CPIക്കെതിരെയും വലിയ വിമർശനം ഉന്നയിക്കുകയും അതുപോലെ ഈ പ്രസാദിന്റെ വീട്ടിലേക്ക്, മന്ത്രി P പ്രസാദിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ പ്രകടനങ്ങൾ ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരുന്നു. ആ ഘട്ടം കൂടി എത്തിയതോടെയാണ് ഈ CPI പ്രാദേശിക CPIഎം നേതാക്കൾ, അത് മുതിർന്ന നേതാക്കളുണ്ടോ ഈ പ്രതിഷേധത്തിൽ? പ്രാദേശിക നേതാക്കളാണ് ഈ പ്രതിഷേധത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. മൂന്നാറിലെ പ്രാദേശിക നേതാക്കളാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. ലോക്കൽ ഏരിയ സെക്രട്ടറിയാണ്, എനിക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് മണ്ഡല സെക്രട്ടറിയാണ് ഈ പ്രതിഷേധങ്ങൾക്ക്, ചന്ദ്രപാലാണ് ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ ആളുകൾ, ടാക്സി തൊഴിലാളികളുണ്ട്, ഇവരുൾപ്പെടെയാണ് ഈ പ്രതിഷേധങ്ങൾക്ക് പങ്കുചേർന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ പ്രതിഷേധക്കാരെ നിലവിൽ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഗവർണറുടെ യാത്ര അത് ചിന്നക്കനാലിലേക്ക് തുടരുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഭാരതാംബ വിവാദം. ആ പ്രതിഷേധം അത് മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. മൂന്നാറിലെത്തിയ ഗവർണർക്ക് നേരെ CPIയുടെ പ്രതിഷേധം കരിങ്കൊടി കാട്ടിയുള്ള പ്രതിഷേധമാണ്. താമസ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴി CPI പ്രവർത്തകർ പ്രതിഷേധിക്കുകയായിരുന്നു. പോലീസ് ഇടപെട്ടു. തുടർന്ന് അദ്ദേഹം യാത്ര തുടരുകയും ചെയ്തു. CPIയുടെ പ്രതിഷേധം ഈ വിഷയത്തിൽ തുടരുന്നു എന്നുള്ളതാണ്. വഴിയിൽ ഈ തരത്തിലേക്കൊരു പ്രതിഷേധം ഉണ്ടാകുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്.